Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനം, സന്ധ്യാവന്ദനം. I hope all of you are doing well. ഞാൻ ഈ മെസ്സേജ് പറയാൻ തുടങ്ങുമ്പോൾ എൻ്റെ ഹൃദയം പിടയ്ക്കുകയാണ്. The moment I started to share this message, my heart is moving. The Father's love is unconditional. പിതാവിന്റെ സ്നേഹം വ്യവസ്ഥകളില്ലാത്തതാണ്. ലോകം വ്യവസ്ഥകൾ വെച്ച് സ്നേഹിക്കുമ്പോൾ, when the world loves based on conditions, കണ്ടീഷൻ മാത്രം വെച്ച് മുമ്പോട്ട് പോകുമ്പോൾ, they go according to or based on conditions. എന്നാൽ വ്യവസ്ഥകളില്ലാതെ നമ്മെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തു. A person who loves you without any conditions, unconditionally, is the person of Christ. ലൂക്കോസ് 15:11 പഠിക്കുമ്പോൾ, when we go through the chapter 15 of the Gospel of Luke, we see the prodigal son. ധൂർത്തപുത്രനെ പറ്റി നാം വായിക്കുന്നു. അവിടെ ഒരു ധൂർത്തപുത്രനെ നമുക്ക് കാണുവാൻ കഴിയും. We can see a prodigal son there. Amen. The son rebelled, wasted everything and run away. Oh, hallelujah. ആ പുത്രൻ പിതാവിനോട് മറുതലിച്ച് സകലവും നഷ്ടമാക്കി ഓടിപ്പോകുവാനിടയായി. അവന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? What happened in his life? അവൻ മറുതലിച്ചു. He rebelled against him. അവനെല്ലാം നഷ്ടമാക്കി. He lost everything. അവൻ നിന്ദിക്കപ്പെട്ടു. He was disgraced. അവൻ ഉണ്ടായിരുന്നതെല്ലാം ലോസായി. Oh, he lost everything that he had. അവൻ ഒരിക്കൽ ചിന്തിച്ചു, He thought once, എനിക്കെല്ലാം ഉണ്ടായിരുന്നു, ഞാൻ നഷ്ടപ്പെടുത്തി. I had everything at a point in life, but I lost everything right now. അവന്റെ ജീവിതത്തിൽ പോകാത്ത വഴികളില്ല. Oh, there's no path that he haven't taken in his life. ഒരു നേരത്തെ നല്ല ആഹാരത്തിന് വേണ്ടി അവൻ കെഞ്ചി. There was a time he begged for food for a time. എന്നാൽ അവിടെ നിന്ന് അവൻ തീരുമാനിച്ചു. From there he took a decision. ഞാൻ എൻ്റെ അപ്പന്റെ ഭവനത്തിലേക്ക് ഞാൻ ചെല്ലും. I am going to return to my father's house. അവൻ തന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ, So as he returned to his father's house, സാധാരണ അപ്പന്മാരാന്നേ പറയും, in ideal conditions, father say, അവനെ ഞാൻ ഇവിടെ കേറ്റുകയില്ല. I won't let him come in. അവൻ ഇവിടെ വന്നാലും, even if he comes back home, അവൻ പുറത്തെങ്ങാനും നിൽക്കട്ടെ, let him stand out of the home. 100 കുറ്റങ്ങൾ പറയും, and 100 complaints will be said about him. ഒരു റിയലി ഫാദേഴ്സ് ലവ് എന്ന് പറഞ്ഞാൽ, but the real father's love is, എന്താണത്? what is it? ഒരു മകൻ തെറ്റ് ചെയ്താലും, even when the son commits something wrong, അവനെ ആ തെറ്റിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന്, that love brings him out of the wrong that he committed, അവനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് ആ റിയൽ സ്നേഹം. and embraces him. That is the real love of the father. അനേക കുടുംബങ്ങളിൽ തലമുറകളെ ശപിക്കുന്നവരുണ്ട്. In many families, many curse their generations. എന്നാൽ ഇവിടെ ഈ പിതാവ്, but here this father, അവൻ ദൂരേന്ന് വരുന്നത് കണ്ടു. he saw his child coming from afar. ഈ മകൻ ക്ഷമ ചോദിക്കുന്നതിന് മുമ്പ്, even before his son asked for forgiveness, ഈ പിതാവ് അവനെ കെട്ടിപ്പിടിച്ചു. he embraced him. അവനെ സ്വീകരിച്ചു. He received him. അവന്റെ വസ്ത്രങ്ങൾ മാറ്റി. he changed his garments. മേൽത്തരമായത് അവനെ അണിയിച്ചു. gave him really good garments. അവന്റെ കയ്യിൽ റിംഗ് ഇട്ട് സ്വീകരിച്ചു. and received him by putting a ring on his finger. അവനെ ലഭിച്ചതിന്റെ ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു. and there were celebrations in receiving him. ആ പിതാവിന്റെ സ്നേഹം, that love of the father, കണ്ടീഷൻ വെച്ചായിരുന്നില്ല. it was not based on any conditions. ആ മകൻ എന്തെല്ലാം തെറ്റു ചെയ്തിട്ടും, even though that son committed a lot of wrongs, ആ പിതാവ് ആ മകനെ സ്നേഹിച്ചു. yet the father still loved him. നമുക്ക് മനസ്സിലാകുന്നത്, what we should understand from this is, ആമേൻ, you are still broken. നാം ഇപ്പോഴും തകർന്നിരിക്കുമ്പോൾ, ഈ തകർന്ന സാഹചര്യത്തിൽ, even in this broken circumstance, ഈ റിജക്റ്റഡ് ആയിരിക്കുമ്പോൾ, when you are rejected, എനിക്കാരുമില്ല, you might say, I don't have anyone. എൻ്റെ ബിസിനസ് നഷ്ടമായി. I lost my business. എൻ്റെ ഭാര്യ കളഞ്ഞിട്ട് പോയി. My wife left me and went എൻ്റെ away. ഭർത്താവ് കളഞ്ഞിട്ട് പോയി. My husband left me. എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ കളഞ്ഞിട്ട് പോയി. My children left me. ആമേൻ. ഒരു കാര്യം ഉറപ്പാണ്, but one thing is for sure, നിങ്ങളെ തള്ളാത്ത ഒരു യേശു,
Oh, a Jesus who will never forsake you. നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങളെ റിജക്റ്റ് ചെയ്യുന്നവരാണ്. Oh, wherever you go, there will be people who will reject you. സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുന്നവരാണ്. Oh, in the community you might be left alone. എന്നാൽ ആമേൻ, നിങ്ങൾ മറന്നു പോകരുത്. But you shouldn't forget this. ഈ യേശുവിന്റെ സ്നേഹം, Oh, the love of Jesus. the father's love is unconditional. പിതാവിന്റെ സ്നേഹം വ്യവസ്ഥകളില്ലാത്തതാണ്. ഈ സ്നേഹം This love. കർത്താവ് നമുക്ക് വേണ്ടി തന്നു. Oh, that love has been given to us. ഈ കർത്താവിനെ മറക്കരുത്. You shouldn't forget this ഈ Lord. കർത്താവിനെ മറന്ന് ജീവിക്കരുത്. Oh, you shouldn't live without knowing this love of the Lord. നിങ്ങൾ ആമേൻ പാപത്തിൽ കിടക്കുന്നവരെ ആമേൻ ചവിട്ടി താക്കരുത്. തെറ്റിലകപ്പെട്ടവരെ ആമേൻ ഇടിച്ചുടയ്ക്കരുത്. അവരെ വെച്ച് കെട്ടി ലിഫ്റ്റ് ചെയ്യുന്ന നല്ല ഒരു ഹൃദയം നമുക്കുണ്ടാകട്ടെ. Do not trample upon those who are in the pit of sin. Do not trample upon those who are hurt in their heart. You should bind all the wounds of them and you should take them to the Lord. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. I am going to pray for you. അവൻ കണ്ടീഷൻ ഇല്ലാതെ, വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുന്ന സ്നേഹം. The love that loves without any conditions. ഞങ്ങളുടെ കർത്താവേ, Our Lord, ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. I pray for this people. ഈ ജനത്തെ അനുഗ്രഹിക്കണമേ. Oh Lord, bless this people. അങ്ങ് ഞങ്ങളെ വ്യവസ്ഥകളില്ലാതെ സ്നേഹിച്ചതുപോലെ Oh, just like you loved us without any conditions. ഞങ്ങൾക്ക് അങ്ങേ സ്നേഹിപ്പാനിടയാക്കണമേ. Oh Lord, help us love you without any conditions. അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. Oh Lord, we submit ourselves into your hand. ഇപ്പോൾ ഈ വാക്ക് കേൾക്കുന്ന ഓരോരുത്തരും വിടുവിക്കപ്പെടട്ടെ. Oh, each and every one who is listening to this word, let their hearts be delivered. അത്ഭുതം നടക്കണമേ. Oh, may there be a great miracle. യേശുവിൻ നാമത്തിൽ. In Jesus' name. ആമേൻ. Amen. God bless you. Love you. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. God bless you, love you. May God bless everyone here.